നമസ്കാരം. നമ്മുടെ പുതിയ SCRT സീരീസിൽ നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നോക്കുന്നത്. ഇതിൽ നമ്മൾ പീലിയുടെ ഗ്രാമം നമുക്ക് ആവശ്യമില്ല, ഭക്ഷണവും മനുഷ്യരും അതുപോലെ തൊഴിൽ വൈവിധ്യങ്ങൾ, ഈ 2 ചാപ്റ്റർ നമ്മൾ നോക്കിയതായിരുന്നു. ഈ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വസ്ത്രത്തിന്റെ നാൾ വഴികൾ, ഈ ചാപ്റ്റർ നോക്കിയാലോ നമുക്ക്. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ വസ്ത്രത്തിന്റെ നാൾ വഴികൾ നോക്കിയാലോ. നമുക്ക് ആവശ്യമുള്ള PSCക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ സിന്ധു നടത്തിലെ വസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു കോട്ടുണ്ട്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായിട്ട് കരുതുന്നു. ഇനി ആദ്യകാലത്തെ നൂൽപ്പ് യന്ത്രം അതുപോലെ കൈത്തറിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് പരുത്തി? ലോകവ്യാപകമായിട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി എന്ന് പറയുന്നത്. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പരുത്തി നൂലാക്കിയിട്ടാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. ഇനി ചണച്ചെടിയിൽ നിന്ന് ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ചരം. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം എന്ന് പറയുന്നത്. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഗംഗാ നദീ തീരത്താണ്. ചോദ്യമായിട്ട് വന്നേക്കാം, നോക്കി വെച്ചോ. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഗംഗാ നദിയുടെ തീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായിട്ട് ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഓർത്തുവെക്കാൻ ഒരു ഫാക്ടേ ഉള്ളൂ, ഗംഗാ നദീ തീരത്താണ് ഇന്ത്യയിൽ നിന്നുള്ളത്, ഫലഭൂയിഷ്ടമായിട്ടുള്ള ഗംഗാ തീരത്താണ് ലോകത്ത് തന്നെ ചണം കൃഷിയുടെ ഭൂരിഭാഗവും കൃഷി ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി നീലം ചെടി ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നീലം ചെടിയിൽ നിന്നുണ്ടാകുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്തിട്ടാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. തന്നേക്കാം കുത്താമ്പുള്ളി ഏത് മേഖലയിൽ പ്രസിദ്ധമാണ്? കൈത്തറി കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഇത് കുത്താമ്പുള്ളി എന്ന് പറയുന്നത്. എവിടെയൊക്കെയുണ്ട്? കണ്ണൂര്, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ എന്താ പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളാണ്. ഇനി ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ചിത്രത്തിൽ കാണുന്ന സ്പിന്നിംഗ് ജെന്നി അത്തരത്തിലൊന്നാണ്. ഇവിടെ സ്പിന്നിംഗ് ജെന്നി ഉണ്ട്. എന്താ സ്പിന്നിംഗ് ജെന്നി എന്ന് പറയുന്നത്? ജെയിംസ് ഹർഗ്രീവ്സ് ആണ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ജെയിംസ് ഹർഗ്രീവ്സ് ആണ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികവുമായിരുന്നില്ല. സ്പിന്നിംഗ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലാക്കി. അപ്പോൾ സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ച ആരാ? ഹർഗ്രീവ്സ് ആണല്ലോ, ജെയിംസ് ഹർഗ്രീവ്സ് ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി യന്ത്രത്തറി, എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ആരാ? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിന്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും. അപ്പോ യന്ത്രത്തറി കണ്ടുപിടിച്ച ആരാ? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് എന്ന കാര്യം ഇവിടെ ഓർത്തു വെക്കുക. ഇനി യന്ത്രവൽക്കരണത്തിന്റെ ഫലമായിട്ട് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച തുണിത്തരങ്ങള് വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യൻർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലേക്ക് വിറ്റഴിച്ചു. ഇനി ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. ഇതില് ചെറിയൊരു ഫാക്ട് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ അങ്ങനെയല്ലല്ലോ പഠിക്കുന്നില്ല. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കിയത് ഇംഗ്ലീഷുകാരെന്നല്ല നമ്മൾ പഠിക്കുന്നത്. ആരാ? പോർച്ചുഗീസുകാർ അല്ലെ. 1498 മുതൽ
ഏകദേശം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 1961 ഡിസംബർ 19 വരെ എന്തുണ്ട്, ഇന്ത്യയിൽ ആരുണ്ട്, പോർച്ചുഗീസുകാരുണ്ട്. ഇനി ഇവരുദ്ദേശിച്ചത് അതായത് ഏരിയ ബേസ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതെന്തായാലും ഫാക്ട് നോക്കാം, ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കാം. ഇതെന്തായാലും ഫാക്ട് അല്ലെന്നാണ് തോന്നുന്നത്. ഇനി പറയുന്ന ആളുകളുടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ആരാ? പോർച്ചുഗീസുകാരെന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പക്ഷെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷുകാരെന്നാണ്. ജസ്റ്റ് എന്നാലും വെറുതെ ബാക്കിയുള്ള ഫാക്ട് നോക്കാം. ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ്. അപ്പം ഭൂമിയിൽ എത്ര വൻകരകളുണ്ട്? 7 വൻകരകളുണ്ട്. അതിലൊരു വൻകരയാണ് ഇത് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയവർ പഠിച്ചു വെക്കാം. നമ്മൾ പോഡ ബീഫെ എന്ന് ഓർക്കാറില്ല. ഓർഡർ പ്രകാരം നമുക്ക് പഠിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നത്, 2 ഡച്ചുകാർ, 3 ഇംഗ്ലീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാര്, അല്ലെ? ഇങ്ങനെയാണ് ഇന്ത്യയിലെത്തിയ വിദേശികൾ എന്ന് പറയുന്നത്, അല്ലെ? ഇനി എന്താ പറയുന്നത്? സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായിട്ട് സ്വാധീനിച്ചു. വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്ത് യന്ത്രങ്ങളുടെ വികസനത്തിന് വഴിതെളിയിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായിട്ടുള്ള വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ആ രംഗത്തുണ്ടായ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്? അതായത് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ആദ്യം നെയ്ത്തൊക്കെ ആയിരുന്നു. പിന്നീട് എന്തായിട്ടുണ്ടത്? യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, വസ്ത്ര ഉൽപാദനത്തിൽ വർധനവ് സംഭവിച്ചു. മനുഷ്യരുടെ അധ്വാന ഭാരത്തിൽ എന്ത് ചെയ്തു? കുറവ് വന്നു. അതുപോലെ വസ്ത്രങ്ങളിൽ വൈവിധ്യം വന്നു. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ വരാൻ തുടങ്ങി. വസ്ത്രങ്ങളുടെ വ്യാപനവും തുടങ്ങി. അപ്പോൾ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. എന്തൊക്കെയാ? വസ്ത്ര ഉൽപാദനത്തിലെ വർധനവ്, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, വസ്ത്രങ്ങളുടെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വ്യാപനം. ഇനി വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നുണ്ട്. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പ്രകൃതിദത്ത നാരുകൾ എങ്ങനെയൊക്കെയാ? ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിയിച്ചു. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം ഈട് നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. അപ്പോ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും അതുപോലെ കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നുണ്ട്. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഏത് ഉൽപ്പാദിപ്പിക്കുന്നത്? പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിയിച്ചു. ഏതൊക്കെയാ കൃത്രിമ നാരുകൾ എന്ന് പറയുന്നത്? പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയവയാണ് എന്ത്? കൃത്രിമ നാരുകളായി. ഇതിന്റെ പ്രത്യേകത എന്താ? ഈട് നിൽക്കുന്നതും അതുപോലെ ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള വസ്ത്രനിർമ്മാണത്തിന് വേണ്ടി സഹായിക്കുന്ന ഏതാ? കൃത്രിമ നാരുകളാണ്. ഇനി വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ, ഒന്ന് പ്രകൃതിദത്ത നാരുകളും അതുപോലെ കൃത്രിമ നാരുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രകൃതിദത്ത നാരുകള് ഇവിടെ എന്താ പറയുന്നത്? ഉദാഹരണം, ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും അതുപോലെ പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിന്റെ നാരും നിർമ്മിക്കുന്നു. ഇതെന്താ? പ്രകൃതിദത്ത നാരുകളിൽ തന്നെ ജന്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള എക്സാമ്പിളാ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാ? ഒന്ന്, ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും അതുപോലെ പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിന്റെ നാരും നിർമ്മിക്കുന്ന എന്താണ്? ജന്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉദാഹരണമാണ്. പിന്നെ സസ്യങ്ങളിൽ നിന്നാണെങ്കിൽ പരുത്തി, ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണനാരും നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഇനി കൃത്രിമ നാരുകൾ, പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓർത്തു വെച്ചോ, പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. ഉദാഹരണം, പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ. അപ്പോൾ കൃത്രിമ നാരുകൾ ഓർത്തു വെക്കുക. ഏതൊക്കെയാ? പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവയാണ്. ഇനി വേറെന്താ ഉള്ളത്? ഇനി ഇവിടെ ചെറിയൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്. പ്രകൃതിജന്യ നാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. കമ്പിളി ഏതിൽ നിന്നാ? കമ്പിളി
ചെമ്മരിയാടിൽ അല്ലെ, ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്നാണ് ഏത് ഉൽപ്പാദിപ്പിക്കുന്നത്? കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നത്. പട്ടുനൂൽ പുഴുവിൽ നിന്ന്, പരുത്തിച്ചെടിയിൽ നിന്ന്, ചണം ചണച്ചെടിയിൽ നിന്നാണ് ഏത് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി വസ്ത്രങ്ങളിലെ വൈവിധ്യം. വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിനനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങളിലെ നമ്മൾ ധരിക്കുന്നത് കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് മാത്രമാണോ വസ്ത്രധാരങ്ങൾ? അതൊന്നും ആവശ്യമില്ല. വസ്ത്രധാരണത്തിലെ വിവേചനങ്ങള്. ഇവിടെ ഒരു വിളംബരം കൊടുത്തിട്ടുണ്ട്, എന്താണെന്നുള്ള ഇപ്പോൾ പറയാം. തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണിത്. ഓർത്തു വെച്ചോ, തെക്കൻ തിരുവിതാംകൂറിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണിത്. ഈ വിളംബരത്തിൽ നിന്ന് ഒന്നും വേണ്ട. അപ്പോൾ എത്തിയിട്ടുണ്ട്. തിരുവിതാംകൂർ, തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറി. എന്താണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്? 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത്. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? മേൽമുണ്ട് വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെടുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായിട്ട് നടത്തിയ സമരമാണ് ഇത് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് അല്ലെ. മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട് നവോത്ഥാന നായകനെ ചോദിക്കാം. ആരാ? വൈകുണ്ഠ സ്വാമികൾ അല്ലെ. വൈകുണ്ഠ സ്വാമികളാണ് എന്ന കാര്യം ഓർത്തു നോക്കുക. അപ്പോ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മേൽമുണ്ട് വസ്ത്രം ധരിക്കാനുള്ള അതിനു വേണ്ടിയിട്ട് നടന്ന പ്രക്ഷോഭമാണ് ഇത് ചാന്നാർ പ്രക്ഷോഭം, അതുപോലെ മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത് അല്ലെ. ആ കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്തു നോക്കുക. ഇവിടെ വേറെന്താ? വസ്ത്രവും ഒരു സമരായുധം. പലതരം ചൂഷണങ്ങൾക്കെതിരെ സമരായുധവുമായിട്ട് വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. ഖാദിയും ചർക്കയും നൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. ഇനി ഇവിടെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായിട്ട് ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിന്റെ അടയാളമായി. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായിട്ട് മാറിയതാണ് ഇത് ചർക്ക എന്ന കാര്യം ഓർത്തു നോക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായിട്ട് മാറിയതാണ് ഇത് ചർക്ക എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്വദേശി പ്രസ്ഥാനം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് 1905 ഓഗസ്റ്റ് 7 എന്ത് ചെയ്യുന്നത്? സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് അല്ലെ. ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 എന്ന് പറയുന്ന തീയതി എന്തായിട്ട് ആചരിക്കുന്നുണ്ട്? ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഏത് വർഷം മുതൽ? 2015 മുതൽ എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഏതാ വർഷം? 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇത് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദമുയർന്നു. ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ PSC ഉദ്യോഗാർത്ഥിയാണെന്ന നിലയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ.